2019 BJPയുടെ തരംഗത്തിന്റെ വാർത്തകൾ മാത്രമായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളിലേക്ക് എത്തിയത്. ആ വാർത്തകൾക്കിടയിൽ ആരും കാണാതെ പോയ ഒരു വിപ്ലവമുണ്ട്. മഹാരാഷ്ട്രയിൽ നടന്ന വിപ്ലവം. 2009 ചിത്രത്തിലില്ലാത്ത, 2014 ചിത്രത്തിലില്ലാത്ത ഒരു പുതിയ ടീം അവിടെ കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് ഒരു MP-യും ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് NCP സഖ്യം ശക്തമായ തിരിച്ചടി വാങ്ങുമ്പോൾ പോലും അവർ അവിടെ ഒരു MP ഉണ്ടാക്കി. ആരാണ് അവർ? തിരിച്ചറിയേണ്ടതുണ്ട്. അവർ പിടിച്ചെടുത്തത് ശിവസേനയുടെ ഉരുക്കുകോട്ടയായിട്ടുള്ള ഔറംഗാബാദ് മണ്ഡലമാണ്. ഔറംഗാബാദിലെ ശക്തനായ സ്ഥാനാർത്ഥി ചന്ദ്രകാന്ത് കൈറയെ താഴിട്ട് പൂട്ടിയാണ് ഔറംഗാബാദ് മണ്ഡലം ആ പുതിയ ടീം പിടിച്ചെടുത്തത്. പറഞ്ഞു വരുന്നത് തെലങ്കാനയിൽ നിന്നും ഉയർന്നു വന്ന അസദുദ്ദീൻ ഒവൈസിയും മഹാരാഷ്ട്രയിലെ പ്രകാശ് അംബേദ്കറിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ബരിപ്പ ബഹുജൻ മഹാസംഘും ഒന്നിച്ചു. വഞ്ചിത് ബഹുജൻ അഗതി എന്ന ഒരു പുതിയ സഖ്യത്തിന് അവർ രൂപീകരണം നൽകിയിട്ട് മുന്നോട്ട് വന്നു. ആ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇംതിയാസ് ജലീൽ സയ്യിദ് അവിടെ ശിവസേനയുടെ സ്ഥാനാർത്ഥിയെ തറ പറ്റിച്ചുകൊണ്ട് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നു. വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് അവിടെ ഉവൈസിയും പ്രകാശ് അംബേദ്കറും സൃഷ്ടിച്ചെടുത്തത്. അങ്ങനെ അവർക്കവിടെ ഒരു MP-യും ലഭിച്ചു. ശക്തമായ മുന്നേറ്റമാണ് അവരവിടെ കാഴ്ചവെച്ചത്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. കോൺഗ്രസ് അവിടെ മണ്ടത്തരം കാണിക്കരുത് എന്ന് പറയാനുള്ള വ്യക്തമായ കാരണം, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പലയിടങ്ങളിലും മണ്ഡലം നഷ്ടപ്പെടാനുള്ള കാരണം വഞ്ചിത് ബഹുജൻ അഗതിയുടെ സ്ഥാനാർത്ഥികളാണ്. പലയിടങ്ങളിലും കോൺഗ്രസിലേക്ക് കടന്നു പോകേണ്ട മുസ്ലിം ദളിത് വോട്ടുകളെ പിടിച്ചെടുക്കാൻ ഇവർക്ക് സാധിച്ചു. പക്ഷെ ഇവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായിട്ടുള്ള വോട്ട് ബാങ്കുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കോൺഗ്രസിലേക്ക് പോകുന്ന മുസ്ലിം ദളിത് വോട്ടുകളെ പിടിച്ചെടുക്കാൻ ഇവർക്ക് സാധിച്ചു. അത് പലയിടങ്ങളിലും വിജയിച്ചു കയറേണ്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. അങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ പല മണ്ഡലങ്ങളും കോൺഗ്രസിന് നഷ്ടപ്പെട്ടത്. പക്ഷേ കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ബാലാസാഹിബ് തോറത്തിന് വളരെ വ്യക്തമായി വഞ്ചിത് ബഹുജൻ അഗതിയുടെ ശക്തി മനസ്സിലായി. അദ്ദേഹം സഖ്യം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകാശ് അംബേദ്കറിനെ സമീപിക്കാൻ തയ്യാറാവുന്നു. പക്ഷേ പ്രകാശ് അംബേദ്കർ ശക്തമായ ഒരു തിരിച്ചടിയുടെ സ്വരത്തിൽ പറയുന്നു, ഞങ്ങൾ വെച്ചു നീട്ടുന്ന സീറ്റുകളിൽ നിങ്ങൾ മത്സരിച്ചാൽ മതി എന്ന്. കാരണം പ്രകാശ് അംബേദ്കറിന് വലിയ ഒരു വൈരാഗ്യമുണ്ട് കോൺഗ്രസിനോട്. കാരണം പല തിരഞ്ഞെടുപ്പുകളിലും മറ്റു പല രാഷ്ട്രീയപരമായിട്ടും അദ്ദേഹം ചില തിരിച്ചടികൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നേരിട്ടിരുന്നു. പക്ഷെ അതിനുശേഷം തോറത്ത് ഒരു നീക്കത്തിന് തയ്യാറായിട്ടില്ല. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ അധ്യക്ഷൻ രാജ് താക്കറെയുമായി സഖ്യത്തിന് ശ്രമിക്കുകയും ആ സഖ്യം പരിപൂർണമായും വിജയത്തിലെത്തുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ പോലും അതിനോടൊപ്പം കൂടെ കൂട്ടേണ്ട ഒരു സഖ്യമാണ് വഞ്ചിത് ബഹുജൻ അഗതി. എന്ത് വന്നു കഴിഞ്ഞാലും അവരാവശ്യപ്പെടുന്ന, അവർക്ക് കൊടുക്കേണ്ട സീറ്റ് അത് പരിപൂർണതയോടുകൂടി നൽകിക്കൊണ്ട് അവരെയും സഖ്യത്തിലോട്ട് ഉൾപ്പെടുത്തുക. കാരണം അവരെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവർ നിങ്ങളുടെ സഖ്യത്തിന്റെ ഭാഗമാകും. അല്ലാത്ത പക്ഷം ഇപ്പോഴേറ്റ അതേ തിരിച്ചടി വീണ്ടും നിങ്ങൾ കേൾക്കേണ്ടി വരും. കാരണം മുസ്ലിം ദളിത് വോട്ടുകൾ വിഭജിക്കുക തന്നെ ചെയ്യും, സംശയം വേണ്ട. പ്രകാശ് അംബേദ്കറിന് ദളിത് മേഖലകൾക്കിടയിൽ വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ സ്വാധീനത്തെ അങ്ങനെയൊന്നും തകർത്ത് കളയാൻ കോൺഗ്രസിന് സാധിക്കുകയുമില്ല. ആ സ്വാധീനവും മുസ്ലിം വോട്ടിന്റെ കടന്നുവരലും അവർക്കൊരു MP-യെ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതേ സ്വാധീനം അവർ ഉപയോഗിച്ച് സീറ്റുകൾ നേടുക തന്നെ ചെയ്യും. അങ്ങനെ നേടുമ്പോൾ പലയിടങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ചെറിയ ഭൂരിപക്ഷത്തിന്റെ പേരിൽ ചിലയിടങ്ങളിൽ തോറ്റുപോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിനെ മറക്കാൻ വേണ്ടിയിട്ട് പുതിയ സംസ്ഥാന അധ്യക്ഷൻ അവരുമായി ഒരു സഖ്യത്തിന് തയ്യാറാവണം. അവരോട് കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി അവർക്ക് കൊടുക്കേണ്ട മാന്യമായിട്ടുള്ള സീറ്റുകൾ നൽകാൻ കോൺഗ്രസ് തയ്യാറായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ചിലപ്പോൾ വിപ്ലവം സൃഷ്ടിച്ചെടുക്കാൻ കോൺഗ്രസ് NCP
പുതിയ സഖ്യത്തിന്റെ ടീമിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വിപ്ലവകരമായ തീരുമാനത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ, പുതിയ മഹാരാഷ്ട്രയിലെ സംസ്ഥാന അധ്യക്ഷൻ കടന്നു പോകുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ആ വിശ്വാസം തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചടികൾ നേരിടുക എന്ന് മാത്രമായിരിക്കും കോൺഗ്രസിന് നേരിടാൻ പറ്റുന്ന ഏക ഫലം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Watch.